എനിക്ക് തൈറോയിഡും പ്രഷറും ഉണ്ടായിരുന്നു. അതുമൂലം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും പിന്നെയാണ് മനസ്സിലായത്. ഒരുപാട് അസുഖം നല്ല നെഞ്ഞുവേദന ഉണ്ടായിരുന്നു, കാൽവേദന ഉണ്ടായിരുന്നു, ഊരക്ക് പ്രശ്നം, ഡിസ്കുകളൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ആ പ്രോബ്ലം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇതിപ്പോ ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല. ഇത് ആയുഷ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഏത് രാജ്യത്തേക്കും ഇപ്പൊ ഗൾഫിലൊക്കെ പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് പേഴ്സണലി ചോദിക്കണം, ഡോക്ടർമാർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്? കാരണം ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലത്. പക്ഷെ ഡോക്ടർമാർ ഇത് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഇതെന്താ ഡോക്ടർമാർക്ക് ചെയ്തുകൂടെ? അതെ, മെഡിക്കൽ ഷോപ്പിൽ കിട്ടണില്ല, സ്റ്റോറിൽ കിട്ടണില്ല എന്നൊരു ചോദ്യം ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിന് ആദ്യമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. കമ്പനിയിൽ തന്നെ ഒരുപാട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത കമ്പനീന്റെ എല്ലാ പ്രൊഡക്റ്റും ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണെന്ന് പറയാനുള്ള കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാം ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ പരിഗണിക്കൽ 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യാം, ആർക്കും ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അതെന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 26ഓളം ഇഷ്യൂസിന്, ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഹായ്, എല്ലാവർക്കും സുഖമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഐക്കോഫി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐക്കാട്ടിൽ ആ വീഡിയോന്റെ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് പോയി കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കോഫി ഡയബറ്റീസ് പേഷ്യൻറ്റിന് 100% റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഫുൾ കമൻറ്റ്, നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു. നെഗറ്റീവ് കമൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു വശം. കുറേ പേര് പ്രൊഡക്റ്റ് ഫേക്കാണ്, കുറേ പേര് അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ എന്ത് സർട്ടിഫിക്കറ്റാണ് ഈ പ്രൊഡക്റ്റിന്, എന്ത് തെളിവാണുള്ളത്? കഴിഞ്ഞ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കൂടെ നമ്മളോട് ഇസ്മായിൽ ബായ് എന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോറി ഒക്കെ പറഞ്ഞതിന് ശേഷം വീഡിയോ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. ബക്കാലക്കാർക്ക് എങ്ങനെ ഇത് സെയിൽ ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ. ബക്കാല മീൻസ് എന്ന് പറഞ്ഞാൽ ക്രോസറി, അറബിയിൽ ബക്കാല എന്ന് പറയും. അപ്പോൾ മൂപ്പര് ഗൾഫിലായിരുന്നു, ഗൾഫ് പ്രവാസിയായിരുന്നു. ഒരുപാട് ഷുഗർ പിടിച്ചിട്ട് നാട്ടിൽ പോരേണ്ട അവസ്ഥ വന്നു, കുറേ കടങ്ങൾ വന്ന്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നാച്ചുറൽ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അതും പറഞ്ഞിട്ടുണ്ട്, പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ വീഡിയോയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല വശങ്ങൾ നോക്കി വീഡിയോ ചെയ്യും, അതാണ് ഒരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറുതെ ഒരാളെ കൊടുത്തിട്ട് വീഡിയോയിൽ ഇട്ടുകാണ്ട് അവതരണ ശൈലി വ്യൂ ഉണ്ടാക്കിയിട്ട് നമുക്കത് യൂസ്ഫുൾ ആവില്ല. എൻ്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെന്നുള്ള ഈ വീഡിയോ കാണണ്ട, അത്രയുള്ള എൻ്റെ അഭിപ്രായം, ഒപ്പീനിയൻ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഐപൾസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഐപൾസ് പരിചയപ്പെടുത്തണമെങ്കിൽ ഞാൻ യാതൊരുവിധ യോഗ്യതനല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് യൂസ്ഫുൾ ആണ്, ഒരുപാട് പേർക്ക് ഒരുപാട് രോഗങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും മാക്സിമം തരം താഴ്ത്താനും ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പത്തിക് മെഡിസിൻ അല്ല, ഇതൊരു കംപ്ലീറ്റ് ഹെർബൽ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ പ്രൊഡക്റ്റിനെ ഒരുവിധം ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരും അതുപോലെ തന്നെ വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുറച്ച് പേരെങ്കിലും അറിയുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഏത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും ഇത് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. യാതൊരു വിധ ബില്ലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റും കൂടിയാണ്, ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ്. എല്ലാ സർട്ടിഫിക്കറ്റും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 0 എഫക്റ്റ് ആണ് സൈഡ് എഫക്റ്റ്, 100% നാച്ചുറലും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഐപൾസ് ആണ്. പ്ലസ് അല്ല, ഐപൾസിന്റെ ഉപയോഗിക്കുന്ന രീതി ഒന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയുള്ള ഖദീജാത്ത നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഖദീജാത്ത. ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ്. കോട്ടക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഖദീജാത്തനോട് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തായിരുന്നു ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടുള്ള അസുഖങ്ങൾ? എന്തായാലും കഴിക്കുക, എന്തല്ലാത്തും ചോദിക്കാം, എത്രത്തോളം അസുഖം ഉണ്ടായിരുന്നു എന്നാലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തൈറോയിഡും പ്രഷറും ഉണ്ടായിരുന്നു. അതുമൂലം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും പിന്നെയാണ് മനസ്സിലായത്. ഒരുപാട് അസുഖം നല്ല നെഞ്ഞുവേദന ഉണ്ടായിരുന്നു, കാൽവേദന ഉണ്ടായിരുന്നു, ഊരക്ക് പ്രശ്നം, ഡിസ്കുകളൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകും, അതായത് മരുന്ന് തരും. ഡോക്ടർ അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. വീണ്ടും ഇതേപോലെ തന്നെ പറയുകയെന്നുവെച്ചെങ്കിൽ വണ്ടിക്ക് പോകാന്ന് ആ വണ്ടിയിൽ അവിടെ നിർത്തുന്ന എനിക്ക് പെട്ടെന്ന് എണീക്കാൻ കഴിയില്ല, എപ്പോൾ ഇറങ്ങി കയറാൻ പറ്റില്ല, അത്രക്കും പ്രശ്നം ഊരക്ക്. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പിന്നെ പോറ്റല്ലാതെ പോയി എൻ്റെ മകളാണ് എന്നോട് പറഞ്ഞത് പറ്റിയ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ആയുഷ് പ്രീമിയുള്ള പ്രൊഡക്റ്റാണ്, നിങ്ങൾ കഴിച്ചോളൂ, അതാണ് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഫാൻ നമുക്ക് അറിയാമല്ലോ, ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിച്ചോളൂ. അങ്ങനെ കഴിച്ചു തുടങ്ങിയൊരു
10-15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ. ഞാൻ പിന്നെ വീട്ടിൽ മെമ്പറായിരുന്നു. ഏത് മെമ്പർ? പറപ്പ് പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അതിൻ്റെ മുമ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് എനിക്ക് ഈ അസുഖം വന്നതും ഗർഭപാത്രത്തിൽ മുഴ വന്നിട്ട് ഇത് കുടിച്ചതിന് ശേഷം മാറി. പക്ഷേ മുഴ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഇത് കുടിക്കുന്നതിന് മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞു അന്ന് നിർദ്ധാറിയില്ലല്ലോ. അപ്പോൾ മഴ വന്ന് 9 മഴകളായിരുന്നു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് എനിക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ശരീരം പറ്റ പ്രശ്നമായി. റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ എണീക്കാൻ വയ്യായും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതും അതിൻ്റെ ഇടക്കും വയ്യായിരുന്നു. അപ്പോൾ അത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ദിവസം തീരെ വയ്യാതായി. കാരണം എനിക്ക് ഞാൻ എല്ലായിടത്തും പോകുന്ന ആളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കൽ തുടങ്ങി. എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിനിടയിലാണ് ഇപ്പോൾ മകൾ ഇങ്ങനെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞാണെങ്കിൽ കുടിച്ച് നോക്കി നല്ലതെല്ലാം പറഞ്ഞാൽ കുടിച്ചതാണ്. കുടിച്ച് ഒരു 10-15 ദിവസം ഞാനെല്ലാം ആക്റ്റീവായി തുടങ്ങിയപ്പോൾ മക്കളുടെ നല്ല സാധനം എന്താ എനിക്ക് നല്ല ക്ഷീണം മാറ്റം ഉണ്ട്. എനിക്ക് നല്ല ക്ഷീണത്തിനൊക്കെ നല്ല മാറ്റം വരും. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. ഒരു 15 ദിവസമായിട്ടുള്ള അപ്പോൾ അവർ പറഞ്ഞത് 1 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ മതി. അതെല്ലാം ഞങ്ങൾ കുടിച്ചു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു 6 മാസം കോഴ്സായിട്ട് കഴിക്കണം കണ്ടിന്യൂ ആയിട്ട്. എന്തെങ്കിലും നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ഈ 6 മാസം പറഞ്ഞിട്ട് കുറെ ആൾക്കാര് ചിലപ്പോ 3 ബോക്സ് പറഞ്ഞാല് ഇതിപ്പോ ഒരു ബോക്സ് ഇങ്ങനത്തെ 3 ബോക്സ് നിർത്തി പാതി വലി നിർത്തി റിസൾട്ട് ഒന്നും കണ്ടില്ല ഇറങ്ങാണ്ട് ചെയ്യുന്ന കമന്റ് ഇട്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നത് 6 മാസം പറഞ്ഞാൽ 6 മാസം കുടിച്ചു കഴിഞ്ഞാലാണ് ഇതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. നമുക്ക് പറയാൻ പറ്റില്ല. ചില ശരീരത്തിന് മാറ്റമുണ്ട്. പക്ഷെ അത് വീണ്ടും പറയാൻ പറ്റില്ല. ചിലവർക്ക് ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ മാറ്റമുണ്ട്. നല്ല മാറ്റം വരും. ഞാൻ കൊടുത്ത ആൾക്ക് ഇപ്പോൾ എൻ്റെ കണ്ടക്കാണ്ട് വാങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നുള്ള ബോട്ടിൽ ഞാൻ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് കഴിച്ചോളൂ. കാരണം എനിക്ക് ബാക്കിയുള്ള ആർക്ക് നമ്പർ കഴിക്കാൻ പറ്റുന്ന അറിയില്ല. ഞാനത് 9 ബോട്ടിൽ കുടിച്ചു. 6 മാസം കൊണ്ട് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടോ? സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ആ പ്രോബ്ലം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പൊ ഇല്ല. പിന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഈ താത്താന്റെ ലൊക്കേഷൻ പറഞ്ഞല്ലോ, കറക്റ്റ് പ്ലേസ് കറുത്ത് പ്ലേസ് കോട്ടക്കല്. പിന്നെ പോന്നിട്ട് എന്താ പറയാ പൊട്ടിക്കൽ റോഡാണ്, ചെനക്കല്. ഈ പറഞ്ഞ സ്ഥലത്ത് കുയിപ്പുറം ഭാഗത്തില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് കുറെ ആൾക്കാർ ഇപ്പൊ ചിലപ്പോ ഈ വീഡിയോ എന്തെങ്കിലും കാരണം കൊണ്ട് ഷെയർ ചെയ്തിട്ടോ ആരും കാണാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ ചുറ്റുവട്ടത്തുള്ള ആളുകള് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നുള്ളത് അതൊരു തെളിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ച പറഞ്ഞിട്ട് നമ്മളൊരു ജെന്യൂൻ ആൾക്കാരെ നമ്മളിത് കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഈ ഖദീജാത്ത അല്ലാത്ത കുറെ ക്യാരക്ടറുകൾ ഉണ്ടാവും. അവരൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ, ധൈര്യം മീൻസ് അല്ല, വീഡിയോക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വന്ന് വീഡിയോ ചെയ്യും. നമുക്ക് ആവശ്യം വീഡിയോ ചെയ്യാണ് മറ്റുള്ള ആൾക്കാർക്ക് എത്തിക്കുക. കാരണം ഇതിപ്പോൾ ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല. ഇത് ആയുഷ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഏത് രാജ്യത്തേക്കും ഇപ്പൊ ഗൾഫിലൊക്കെ പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് തട്ടിപ്പാണ്, ഇതൊരു ചെയിൻ മാർക്കറ്റാണ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അത് പറയാൻ കാരണം ഇത് ഞാൻ പിന്നെ ഉപയോഗിച്ചപ്പോൾ 3 കഴിച്ചപ്പോൾ എനിക്ക് എല്ലാം മാറ്റം തുടങ്ങിയിരിക്കണം. പക്ഷെ മാറ്റം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിർത്തിക്കൂടെ, എനിക്ക് എല്ലാം മാറ്റം ആക്റ്റീവായി തുടങ്ങി. ഞാൻ ടെസ്റ്റ് ചെയ്തു. പറഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡ് കുറഞ്ഞിറങ്ങി. അങ്ങനെ അപ്പോൾ ഡോക്ടറിനെ എനിക്ക് മെഡിസിൻ കുറച്ച് തന്നു. പിന്നീട് അങ്ങനെ ഈ എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ടിന്യൂ നിർത്തരുതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചിടാൻ സാധ്യതയുണ്ട്. കാരണം മാറി എന്ന് പറഞ്ഞാൽ പോരാ, ശരീരത്തിന് പറ്റ പോകാം. അതെന്താ നമ്മുടെ ശരീരത്തിൽ ഇത്ര സെല്ലുകളുണ്ട്, ആ സെല്ലുകളൊക്കെ നശിപ്പിച്ചിട്ട് പോകുന്നതാണ് പറഞ്ഞത്. കാരണം നമുക്ക് എനിക്ക് അതിനെ പറ്റുന്ന യാതൊരു വിവരമില്ല. കാരണം മെമ്പറായാണ്ട് കാര്യമില്ല, നമുക്ക് ഹെൽത്തിനൊന്നും വിവരമില്ലല്ലോ. അപ്പോൾ അതിന് പറഞ്ഞാൽ എത്ര സെല്ലുകൾ, ആ സെല്ലുകളൊക്കെ നശിപ്പിച്ച് വീണ്ടും പുതിയ സെല്ലുകളായിട്ട് വരുന്ന ഒരു 6 മാസം കോഴ്സ് പിടിക്കണം. 6 മാസം കണ്ടിന്യൂ ചെയ്തു. ഡോക്ടർ തന്നെ പറഞ്ഞു ഈ പിന്നെ മരുന്ന് കഴിക്കണ്ട, നീ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, അപ്പം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. കാരണം എനിക്ക് തൈറോയിഡും ഇല്ല, അതേപോലെ തന്നെ പ്രഷറും ഇല്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോകുന്നു. പിന്നോട് പറഞ്ഞത് ഇനി ആരും നിങ്ങൾക്ക് വേണമെങ്കിൽ ജലദോഷ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐപ്പസ് കുടിച്ചോളൂ, നല്ലതാണ്. എനിക്ക് മനസ്സിലായത് ശരീരത്തിന് നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന. വേറെ ചോദ്യം, ഇപ്പൊ ഈ ഐപ്പസ് നമ്മൾ 6 മാസം അല്ലെങ്കിൽ 9 മാസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം 9 ബോട്ടിൽ കുടിച്ചതിന് ശേഷം രോഗം നമ്മൾ വിട്ടുപോയി. പക്ഷെ ഇത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും രോഗം വരാൻ ചാൻസ് ഉണ്ടോ? അതെന്താ അതിന് ശേഷം 9 മാസം കഴിഞ്ഞ ശേഷം, അല്ല ഈ 6 മാസം കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ.
മനസ്സിലായില്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാവർക്കും അറിയില്ല, അത് വിഷാംശങ്ങളാണ്. ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ പുറത്തുനിന്ന് തോന്നിയ മാതിരിയുള്ള ഭക്ഷണം, നമ്മളെ ജീവിത രീതി, അതാണ് നമ്മളെ ഈ പൊടിവെള്ളങ്ങളെ നമ്മളെ ഈ കറക്റ്റ് ടൈമിന് ആർക്കും ഫുഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ടൈമിൽ എല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് കാരണം കൊണ്ട് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ശരിയായിട്ട് വരില്ല, പുറത്തുണ്ടാവും. കാരണം എന്താ, പച്ചക്കറി നമുക്കറിയാം വിഷാംശങ്ങളാണ്, മത്സ്യം നാച്ചുറലായിട്ട് കിട്ടാനില്ല. അപ്പൊ അവിടുന്ന് തൊട്ട് പിന്നെ നമ്മൾ കഴിക്കുന്നത്, പിന്നെ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു വർഷം കൂടുമ്പോൾ 1, 2, 3 അതിന്റെ അപ്പുറം കഴിക്കുന്നു വേണ്ട. ജസ്റ്റ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ ഒരു എന്നോട് പറയാൻ തന്നെ ഒരു വണ്ടി ഇടയ്ക്ക് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യില്ല, അതുപോലെ ശരീരങ്ങൾ സർവീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യില്ല. ഞാൻ ഡോക്ടർക്ക് പോയിക്കാൻ ചെക്ക് ചെയ്യുന്നില്ലാതെ ഞാൻ ഡോക്ടർക്ക് പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു അസുഖത്തിന് ഞാൻ പോയിട്ടില്ല, കാരണം എനിക്കത് മാറ്റം വരുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പൊ അലവി കാക്കാക്ക് ഏജ് എന്ന് പറഞ്ഞാൽ 52 ഏജ് കണ്ടു കഴിഞ്ഞാൽ ഒരു 71 മോഡലാണ്. വണ്ടി ഇപ്പോഴും നല്ല അൽഹംദുലില്ലാ സെറ്റപ്പാണ്. അപ്പോൾ റാത്താവട്ടെ, ഈ അലവി കാക്കാക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എന്തായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ളൊരു പ്രചോദനം? ഞാൻ വിദേശത്തായിരുന്നു, ഏകദേശം 23 വർഷത്തോളം യു എയിലായിരുന്നു. യു എയിൽ എവിടെയായിരുന്നു? യു എയിൽ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. 23 വർഷം അതല്ലേ. ദുബായ്, അബുദാബി, ഫുജറ, റാസൽ ഖൈമ എല്ലാ എമിറേറ്റ്സിലും ഉണ്ടായിരുന്നു. ഒരുപാട് കാലം ജീവിച്ച് നമുക്കിനി ഫാമിലിയോടൊപ്പം ബാക്കിയുള്ള ഒരു കാലം കഴിയണം എന്നുള്ളത് കൊണ്ട് നാട്ടിൽ തിരിച്ചു വന്നു. ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, പ്രായമായതിനു ശേഷം നാട്ടിലെത്തും, പിന്നെ അവർക്ക് നല്ലൊരു ലൈഫ് ഇല്ല, രോഗത്തിന്റെ അടിമാകും. നാട്ടിൽ സെറ്റിൽ ആവും. അതാണ് വേണ്ടത്. നമ്മള് പ്രായമായതിനു ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, നാട്ടിൽ വന്നു 1-2 ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്തു. അതിനിടയ്ക്ക് നോട്ട് നിരോധനം വന്നു. അതിനുശേഷം നമ്മുടെ കോവിഡ് വന്നു. ഈ ഒരു സാഹചര്യങ്ങളാണ്. അതെ, പിന്നെ പ്രളയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിലും നമ്മുടെ ബിസിനസ് താഴോട്ടല്ലാതെ മേലോട്ട് പോവില്ല. വാടക കൊടുക്കണം, ജോലിക്കാരെ വെക്കണം, അവരുടെ ശമ്പളം കൊടുക്കണം, അവരുടെ ഇൻക്രിമെന്റ്, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് അതിന്റെ പുറകിലുണ്ട്. ഇതൊക്കെ ആ വഴിക്ക് ഇങ്ങനെ നടന്ന് അതിന്റെ കൂടെ തന്നെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടപ്പോൾ ഞാൻ അപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എടുത്തു പറയേണ്ട അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടായിട്ട്? എനിക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരുന്നു. അപ്പൊ കൊളസ്ട്രോളിൽ നമുക്ക് പരിചയപ്പെടുന്ന ഐപ്ലസ് അല്ലേ? ഞാൻ ഐകോഫി തുടങ്ങി. അതാണ്. അപ്പോ കൊളസ്ട്രോൾ ലെവൽ എപ്പോഴും കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും കൊളസ്ട്രോൾ ലെവൽ കുറയില്ല. ഡയറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, എന്നാലും കൊളസ്ട്രോൾ ലെവൽ എപ്പോഴും കൂടിയിട്ടായിരിക്കാം. HDL കുറവായിരുന്നു, LDL വളരെ കൂടുതലായിരുന്നു, അങ്ങനെ ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുന്നതും ഇതില് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തു. ആദ്യം മാർക്കറ്റിൽ പല പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. പെട്ടെന്ന് പ്രൊഡക്റ്റ് വാങ്ങി കളക്ട് ചെയ്ത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പ്രീമിയം സർട്ടിഫൈഡ് ആണ്. ആയുർവേദ ആണ്, പക്ഷെ അഡ്വാൻസ് ആയുർവേദിക് ആണ്. അതായത് നമ്മൾക്കിപ്പോ ഞാനിപ്പോ ആയുർവേദശാലിന്റെ നാട്ടിലുള്ള ആളാണ്, കോട്ടക്കൽ ആയുർവേദശാലിന്റെ അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ആയുർവേദത്തിലുള്ള മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് എന്താണോ മെഡിസിൻ, അതിൻ്റെ ഒരു ഇപ്പോൾ വേരാണെന്നുണ്ടെങ്കിൽ ആ വേരിനെ ഇടിച്ചു പിഴിഞ്ഞ ആ ചാറ് അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന മരുന്ന്, നമുക്കതിൽ ആവശ്യമുള്ള കണ്ടന്റും ആവശ്യമില്ലാത്ത കണ്ടന്റുകളുണ്ട്. അഡ്വാൻസ് ആയുർവേദം എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള മോളിക്യൂൾസിനെ, ആക്റ്റീവ് മോളിക്യൂൾസിനെ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ആ മെഡിസിൻ കണ്ടന്റ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ടാകുമ്പോൾ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത്. എൻ്റെ കൊളസ്ട്രോൾ ലെവൽ താഴോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ HDL എനിക്ക് എപ്പോഴും ഒരു ബിലോ 40 ഒക്കെ ഉണ്ടായിരുന്നു, അത് 68 എനിക്ക് ഉയർത്താൻ കഴിഞ്ഞു. HDL നമ്മളെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന കൊളസ്ട്രോൾ ആണ്. അതേപോലെ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു. LDL കൊളസ്ട്രോൾ മാക്സിമം കുറയ്ക്കാൻ പറ്റി. ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായി. ഐകോഫിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അപ്പോൾ ഐകോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഉള്ള വ്യക്തിയല്ല ഞാൻ, ഫാമിലിയിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിവെന്റീവ് ഹെൽത്ത് സപ്ലിമെന്റ് ആണ് നമുക്ക് ഐകോഫി. ആക്ച്വലി അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ ഒരുപാട് മരുന്നുകൾ നമുക്കുണ്ട്, പക്ഷെ അസുഖം വരാതെ നോക്കാനുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അസുഖം വന്നിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ആരോഗ്യം പോകുന്നുണ്ടാവും, സന്തോഷം അഡ്വാൻസ് ആയിട്ട് ചെയ്യാം. പക്ഷെ ഐകോഫി ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം കൂടുതൽ പേരും ഐകോഫി ഷുഗർ വന്നതിന് ശേഷമാണ് എനിക്ക് നമ്മള് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കണതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, ഷുഗർ വരാതിരിക്കാനും പക്ഷേ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം നമ്മൾ നല്ല കുടിച്ച് കൺട്രോൾ ചെയ്യാണ്ടാവും അല്ലേ? വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പം ഇന്ന് ഇത്രയും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടാനുള്ള കാരണം. ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും എല്ലാ കാരണങ്ങളും. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം പൊല്യൂട്ടഡ് ആണ്, കഴിക്കുന്ന ഭക്ഷണം കെമിക്കലും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അടങ്ങിയാണ്, അതുപോലെ തന്നെ ശ്വസിക്കുന്ന വായു പൊല്യൂട്ടഡ് ആണ്, ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിൻ്റെ റേഡിയേഷന്, ഹൈ ടെൻഷന്, ഈ 5 കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. നമുക്ക് അതിൻ്റെ കൂടെ ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. എപ്പോഴും ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ മാർഗ്ഗങ്ങളില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കോശങ്ങളിൽ വരുന്ന ഡാമേജിനെ റീജുവനേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളില്ല. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്. ഇപ്പോൾ ഒരു ഷുഗർ രോഗി ആവുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്നുകിൽ 2 അല്ല 3 കാര്യമുണ്ട്. പാരമ്പര്യമായിട്ടുള്ള ഘടകത്തിലൂടെ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒബീസിറ്റി, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കണം. അപ്പോൾ ഷുഗർ വരുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിക് വരുന്നത്. അതേപോലെ തന്നെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ നശിച്ചുപോയി ഇൻസുലിൻ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള കോശങ്ങൾക്ക് വരുന്ന ഡാമേജ്. അപ്പോൾ ഇതിനെ റീജുവനേറ്റ് ചെയ്യാനും നമ്മൾക്ക് ഈ ഒരു ഐക്കോഫിക്കകത്തുള്ള ഏകനായകം എന്ന് പറഞ്ഞ ഔഷധം നമ്മൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ ലെവലിനെ മാക്സിമം കുറയ്ക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള കോശങ്ങൾക്ക് വന്ന ഡാമേജിനെ പരിഹരിക്കുന്നതിലൂടെ നമ്മൾക്ക് എന്താണ്, നമ്മളുടെ ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉള്ള ഇൻസുലിനെ ശരീരത്തിന് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാങ്ക്രിയാസിന് പിന്നെ അവിടെ ജോലിയൊന്നുമില്ല, അതവിടെ സൈലന്റ് ആയി. ആ സമയത്ത് ഇവിടെ ശരീരത്തിനെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മളൊരു ഷുഗർ രോഗി ആവുന്നതിന് മുമ്പ് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളാണ് ഏകദേശം എല്ലാ ആളുകളും. ഏകദേശം 10 വർഷത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്നത് ഇതേ രീതിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആവും. അപ്പോൾ ഇത് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫങ്ഷണലായിട്ടുള്ള ഈ കോശങ്ങളിൽ വന്നിട്ടുള്ള ഡാമേജിനെ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകണം. ശരിക്കും മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒന്ന് ആരോഗ്യമുള്ളൊരവസ്ഥ, അത് കഴിഞ്ഞാൽ പിന്നെ രോഗാവസ്ഥയാണ് അറിയാം. പക്ഷെ ഇതിന്റെ ഇടയിലുള്ളൊരു അവസ്ഥയുണ്ട്, ഡെഫിഷ്യൻസി പീരീഡ് എന്ന് പറയും, സെൻട്രലുള്ള. ഈ ഡെഫിഷ്യൻസി പീരീഡിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും. ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ രോഗാവസ്ഥയിലേക്ക്, ഡിസീസ് ഓർ ഡിസോർഡറിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, അവിടെയൊക്കെ നമ്മുടെ സിംറ്റംസുകളെ മാത്രമേ പരിഹരിക്കുന്നുള്ളൂ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ ഇല്ലാതാക്കില്ല. ഇവിടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ അതിൻ്റെ റീസൺസ് എന്താണോ അതിനെയാണ് ഇല്ലാതാക്കുന്നത്, അതിലൂടെയാണ് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഐപൾസ് ഉപയോഗിച്ചു, എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി, എൻ്റെ കൊളസ്ട്രോൾ ലെവലൊക്കെ നോർമലായി. അതിനുശേഷം ഈ ഒരു ഐക്കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഉപയോഗിക്കാം. ഇതിൽ 2 വേരിയൻ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കോഫി ഉണ്ട്, ക്രീമർ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. അതിൽ ഒന്ന് കോഫിയാണ്. കോഫി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്കൊരു കോഫി കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ, നാച്ചുറൽ കോഫിയാണ്. അപ്പോൾ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലുള്ളൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫൈൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ കഫൈന് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു കോഫിയാണ് അത്. അപ്പോൾ നമ്മൾ ഒരു റെഗുലർ കോഫി ലോങ് പീരീഡിൽ നമ്മൾ കഴിക്കുമ്പോഴുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ നമുക്കില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം, ഏത് മെഡിസിൻ എടുക്കുന്നവർക്കും കഴിക്കാം. ഹോമിയോ മെഡിസിൻ ഒക്കെ എടുക്കുന്നവരോട് കോഫി കഴിക്കരുതെന്ന് പറയുന്നതിന്റെ ആ മെഡിസിനകത്ത് തന്നെ എന്താണ് കഫൈൻ കണ്ടന്റോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട്. രണ്ടും കൂടി ആകുമ്പോഴത്തന്നെ അവരുടെ ശരീരത്തിൽ ഈ ടോക്സിൻസ് കൂടാന്നുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരോടത് കഴിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കഫൈൻ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. 40 ഡിഗ്രി സ്ലോ റോസ്റ്റിങ്ങിലൂടെയാണ് ഈ കഫൈനെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഈ ഐക്കോഫി കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. കഴിഞ്ഞ വീട്ടില് ഇസ്മായിൽ ഭായിനെ ചെയ്തു, മൂപ്പർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. മൂപ്പര് അതുകൊണ്ടാണ് മൂപ്പരും തന്നെ ഈ മാർക്കറ്റിലേക്ക് വരാൻ കാരണം. അദ്ദേഹം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ട് ഉണ്ടോയെന്നാണ് ചോദിച്ചത് എന്നോട്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി ഒരു 9:30 മണിക്ക് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുന്നത്, ഈ പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തേ നിങ്ങൾ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അല്ല, ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഈ ഇതിലേക്ക് വരാൻ നിങ്ങളെ രോഗം ഇതുകൊണ്ട് മാറി, അതുപോലെ നിങ്ങളെ റിലേറ്റീവിലായിരിക്കും എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്.
മകൾക്ക് PCOD ഉണ്ടായിരുന്നു. PCOD കാരണം കൺസീവിങ് ആവാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോട്ടയിൽ തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഒരു 6 മാസത്തോളം അവർ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല, ഇനി ഹോസ്പിറ്റലാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, അതായത് അണ്ടോൽപാദനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഓവറിയിലെ കുമിളകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് ഐപ്പൾസ് ഉപകാരപ്പെടുന്നുണ്ട്. എത്ര മാസം കുടിച്ചിട്ടുണ്ടാവും? 3 ബോട്ടിലാണ് കഴിച്ചത്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കുറക്കാനും ഇതിനും ഇത് പറ്റുന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിലെ ഒരു മനുഷ്യന്റെ ശരീരം ഒരുപാട് സിസ്റ്റങ്ങൾ കൂടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ സിസ്റ്റങ്ങളും വർക്ക് ചെയ്യുന്നത് ഒരുപാട് ഓർഗൻസിന്റെ കൂട്ടായ പ്രവർത്തനമാണ്. പല രീതിയിലുള്ള ഓർഗൻസ് ഉണ്ട്. നമ്മുടെ പാങ്ക്രിയാസ് ആവട്ടെ, ഹാർട്ട് ആവട്ടെ, കിഡ്നി ആവട്ടെ, പല രീതിയിലുള്ള ഓർഗൻസ്. ഈ ഓർഗൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് ആണ്, കോശങ്ങളാണ്. സെൽസ് നശിച്ചു കഴിഞ്ഞാൽ സെല്ലുകൾ വരുന്ന ഡാമേജ് ആണ് ഒരു അസുഖത്തിന് ഒരു കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി പ്രോബ്ലം എവിടെയാണ്? സെല്ലിലുള്ളത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത് അത് ഫ്രീ റാഡിക്കൽ ആവുന്നുണ്ട്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റമായി മാറുകയാണ്. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം അടുത്തുള്ള ആറ്റത്തിനെ ബാധിക്കും, അതിന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ സെല്ലും ഡാമേജ് ആവും. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ ഉടനീളം കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങളാണ്. നമ്മുടെ ഭക്ഷണത്തിലുള്ള അല്ലെങ്കിൽ കുടിക്കുന്നുള്ള ഈ ടോക്സിൻസ്, ഈ കെമിക്കൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫ്രീ റാഡിക്കൽ നമ്മളുടെ ബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ അൾഷിമേഴ്സ്, ഡിമെൻഷ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് ഹാർട്ടിലാണെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ഓവറിയിലാണെന്നുണ്ടെങ്കിൽ ഓവറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, പാങ്ക്രിയാസിലാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ സെല്ലുകൾക്ക് വരുന്ന ഡാമേജിനെ പരിഹരിക്കാൻ വേണ്ടത് നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൽ എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, നട്ട്സ്, ഇതിൽ നിന്നൊക്കെയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം 5000 ഒറാക് യൂണിറ്റ് ഡെയിലി വേണം ഭക്ഷണത്തിലൂടെ. 5000 ഒറാക് യൂണിറ്റ് പെർ ഡേ വേണമെന്ന് WHO ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 5000 ഒറാക് യൂണിറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാതരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ നമ്മുടെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഏകദേശം ഒരു നല്ല രീതിയിൽ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ആയുസോടുകൂടി നല്ല ആരോഗ്യത്തോടെ ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-35 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിക്കോ വിധേയമായിട്ട് അവരുടെ ജീവിതത്തെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. കാരണം നമ്മൾക്ക് 5000 ഒറാക് യൂണിറ്റ് ഇന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 3.5 കിലോ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം. 3.5 കിലോ ഫ്രൂട്ട്സ് എങ്ങനത്തെ കഴിക്കണം? അല്ലെങ്കിൽ വെജിറ്റബിൾ ആ ഒരു ലെവലിലുള്ള കഴിക്കണം. ഗാർഡൻ ഫ്രഷ് ആയിരിക്കണം, ഓർഗാനിക് ആയിരിക്കണം, വ്യത്യസ്ത കളറിലുള്ളതായിരിക്കണം. കാരണം പല കളറിലുള്ള ഫ്രൂട്ട്സിൽ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് സാധ്യമല്ല, 3.5 കിലോ ഫ്രൂട്ട്സ് കഴിക്കൽ സാധ്യമല്ല. ഇനി ഗാർഡൻ ഫ്രഷ് നമുക്ക് കിട്ടുന്നില്ല, പിന്നെ ഓർഗാനിക്കും അവൈലബിലിറ്റി ബുദ്ധിമുട്ടാണ്, അഫോർഡബിൾ അല്ല, നമുക്ക് ഇത് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും 3.5 കിലോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ 5000 ഒറാക് യൂണിറ്റ് കിട്ടുന്നത്. ഇത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഡെഫിഷ്യൻസി പീരീഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾക്കൊരു 5000 ഒറാക് യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട് കമ്പനിയുടെ, കണ്ടിട്ടുണ്ടാവും. അത് 60 ml 60 ml നമ്മൾ കഴിക്കുകയാണെങ്കിൽ 7000 ഒറാക് യൂണിറ്റ് നമുക്ക് കിട്ടും. ഈ 7000 ഒറാക് യൂണിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ സെല്ലുകളിലാണോ പ്രോബ്ലംസ് ഉള്ളത് ആ സെല്ലുകളൊക്കെ റിപ്പയർ ചെയ്യാണ്. അവിടെയൊക്കെ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന സമയത്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം സ്റ്റേബിൾ ആവുന്നു, അവിടെയുള്ള ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, അവിടെ പ്രോബ്ലം നല്ല വർക്ക് നടക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഇതിനെ പറ്റിയുള്ള എല്ലാ സൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഏകദേശം ഒരു ബ്രീഫ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് പഠിക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് കൂടി കഴിയില്ല. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണെന്ന് പറയാനുള്ള കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാം ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രൊഡക്റ്റിനെ പരിഗണിക്കൽ 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ആ ഒരു തെളിയിക്കാൻ സാധിക്കില്ല, ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾക്കിപ്പോ ഒരു ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യാം, ആർക്കും ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അതെന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ.
ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കയ്യിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യുക, ഏത് ലാബിലും വേണമെങ്കിൽ കൊടുക്കാം. ഗവൺമെന്റിന്റെ ആളുകൾ വിഡ്ഢികളല്ല. കാരണം ഇപ്പൊ ഈ കമ്പനി ചെയ്യുന്ന ആൾക്കാർക്ക് ലോജിക്കായിട്ട് ജസ്റ്റ് മാത്രമല്ല, നമുക്ക് ഇന്ന് വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. അതിലെഴുതി ചോദിക്കാം പ്രൊഡക്റ്റുകൾ എന്താണ് ഇതിലുള്ളത്, അതിനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ പറഞ്ഞ ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് എനിക്കും യൂസ്ഫുൾ ആയി, ഇത് കാണുന്നവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ ഷിഹാബ്. ബൈ, സി യു.